വരെ നമ്മളിപ്പോൾ പട്ടുതുണിപ്പാതവും സുഗന്ധവ്യഞ്ജനപ്പാതയും നമ്മൾ ചർച്ച ചെയ്തു. അടുത്ത മധ്യകാല ലോകത്തെ നഗരങ്ങളെക്കുറിച്ചിട്ടാണ്. 11-ാം നൂറ്റാണ്ടിൽ പ്രാചീന റോമൻ നഗരങ്ങൾ വീണ്ടും സജീവമാവാൻ തുടങ്ങി. 3 തരത്തിലുള്ള നഗരങ്ങളാണ് പിന്നീട് വളർന്നു വന്നത്. ഒന്ന്, ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങൾക്ക് സമീപമുള്ള നഗരങ്ങൾ. ഇത് അന്നുണ്ടായിരുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരുണ്ടായിരുന്നു. അവർക്ക് വലിയ കൊട്ടാരവും കൃഷിയിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്യൂഡൽ പ്രഭുവിൻ്റെ കൊട്ടാരത്തിന് ചുറ്റും നഗരങ്ങൾ വളർന്നു വന്നു. രണ്ടാമത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾ, അതായത് ചർച്ചുകൾക്ക് ചുറ്റുവശത്തും അതുപോലെ പുരോഹിതന്മാർ നിന്നിരുന്ന മഠങ്ങൾക്ക് ചുറ്റുവശത്തുമുള്ള നഗരങ്ങൾ വന്നു. അതുപോലെ തന്നെ കമ്പോള കേന്ദ്രങ്ങൾ വികസിച്ച് രൂപം കൊണ്ട നഗരം. പണ്ട് കാലം നമുക്കറിയാം, വസ്തുക്കൾ പരസ്പരം കൈമാറുന്ന ചെറിയ രീതിയിലുള്ള മാർക്കറ്റുകളുണ്ട്, ഇന്ന് കമ്പോളങ്ങളുണ്ടായിരുന്നു. ഇത് പിന്നീട് വലുതായിട്ട് എന്തായി മാറി? നഗരങ്ങളായി മാറി. ചുരുക്കി പറഞ്ഞാൽ മധ്യകാലഘട്ടത്തിൽ കൃഷിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് പൊതുവിപണന കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു. അതുപോലെ കച്ചവടക്കാർ, കരകൗശല തൊഴിലാളികൾ, ഇവരൊക്കെ ഈ സ്ഥലങ്ങളിൽ വന്ന് താമസിച്ച് അല്ലെങ്കിൽ വിദൂര പ്രദേശങ്ങളുമായിട്ടുള്ള വാണിജ്യ ബന്ധങ്ങൾക്ക് തുടക്കം കുറിച്ചു. അഥവാ യൂറോപ്പിൽ വിവിധ പ്രദേശങ്ങളിൽ കച്ചവട കേന്ദ്രങ്ങൾ വളർന്നു വന്നു. അപ്പോൾ അവർക്ക് നാണയം അടിച്ചിറക്കൽ ഒരു അത്യാവശ്യമായി മാറി. അങ്ങനെ 13-ാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് ഇറ്റാലിയൻ നഗരങ്ങളായിട്ടുള്ള ഫ്ലോറൻസ്, വെനീസ് എന്നീ നഗരങ്ങൾ ആദ്യമായിട്ട് നാണയം മുദ്രണം ചെയ്ത്, അതായത് സീല് വെച്ച് അടിച്ചിറക്കാൻ തുടങ്ങി. മാത്രമല്ല, ഇറ്റലിയിലെ ഉപദ്വീപിൽ ഒരുപാട് തുറമുഖങ്ങളുണ്ടായിരുന്നു. ആ തുറമുഖങ്ങളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് ഭരണാധികാരികളിൽ നിന്ന് ലഭിച്ചിരുന്ന ധാരാളം ആനുകൂല്യങ്ങളും ഈ ഇറ്റാലിയൻ നഗരങ്ങൾ അന്ന് ലോകത്തറിയപ്പെട്ട നഗരങ്ങളായി മാറാൻ സഹായകമായി. മാത്രമല്ല, ഈ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 1050-നും CE 1300-നും ഇടയിലായിട്ട് ജിനോവ, പിസ, വെനീസ്, ഫ്ലോറൻസ് ഇങ്ങനെ ധാരാളം ഇറ്റാലിയൻ നഗരങ്ങൾ വളർന്നു വന്നു. മാത്രമല്ല, വളർന്നു വന്ന അധിക നഗരങ്ങളും ചില നഗരങ്ങളൊക്കെ വളർന്നു വന്നത് വിവിധ നദികളുടെ തീരങ്ങളിലായിരുന്നു. അതിന് പ്രധാന കാരണം നദികളിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട്. മാത്രമല്ല, എക്കൽ മണ്ണ് പോലെയുള്ള നല്ല മണ്ണായിരുന്നു നദികൾക്ക് ചുറ്റുവശത്തും ഉണ്ടായിരുന്നത്. അവരുടെ കൃഷിയെ സഹായിക്കുകയും, അപ്പോൾ കൃഷി അനുസരിച്ച് കൃഷി എവിടെയാണോ ചെയ്യുന്നത് അവിടെ അവർ താമസം തുടങ്ങുകയും, ഇങ്ങനെ ധാരാളം നഗരങ്ങൾ നദിക്കരയിൽ വന്നിട്ടുണ്ട്. ലണ്ടന്, പാരീസ്, റോം, വിയന്ന ഇതൊക്കെ ഏതെല്ലാം നദീതീരങ്ങളിലാണ് വന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഇന്ന് നമ്മൾ കാണുന്ന തരത്തിൽ ആധുനിക നഗരങ്ങൾ പോലെയായിരുന്നില്ല യൂറോപ്പിലെ പല നഗരങ്ങളും. മാത്രമല്ല, ഈ നഗരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നഗരവീഥികൾ എന്ന് പറയുന്നത് നഗരത്തിൻ്റെ വഴികൾ, അവിടെ ഉണ്ടായിരുന്ന റോഡൊക്കെ വളരെ ഇടുങ്ങിയതും തീരെ വൃത്തിയില്ലാത്തതും, അതുപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ തടി കൊണ്ട് ഉണ്ടാക്കിയതും വൈക്കോൽ മേഞ്ഞതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് കൊണ്ട് രാത്രി കാലങ്ങളിൽ പലപ്പോഴും തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. നഗരവാസികളിൽ കൂടുതൽ ആളുകളും പാവപ്പെട്ട കച്ചവടക്കാർ, കരകൗശല ജോലിക്കാർ, തൊഴിലാളികളൊക്കെ ആയിരുന്നു. എന്നാൽ നഗരവാസികളായിട്ടുള്ള ഈ തൊഴിലാളികൾക്ക് സമ്പത്ത് തീരെ ഇല്ലാതിരുന്നതിനാൽ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ആരെ ആശ്രയിച്ചാണ് അവർ ജീവിച്ചിരുന്നത്? മറ്റുള്ള ആളുകളെ, ഗ്രാമങ്ങളിലെ ആളുകളെയും മറ്റുമൊക്കെ ആയിരുന്നു അവർ ആശ്രയിച്ചിരുന്നത്. ഭക്ഷണത്തിന് നഗരങ്ങളിൽ ഭക്ഷണം അഥവാ പല ഉൽപ്പന്നങ്ങളും ഇല്ലാത്തത് കൊണ്ട് അവർ ഗ്രാമങ്ങളെ ആശ്രയിച്ചായിരുന്നു ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ വീടുകളായിരുന്നു. മാത്രമല്ല, ജനങ്ങൾ ഇടുങ്ങി ധാരാളം തിങ്ങിപ്പാർക്കുന്ന, മാത്രമല്ല അടുത്തടുത്തായിരുന്നു വീടുകൾ. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ തീ അണക്കാൻ വേണ്ടി ഒരു ബെല്ലടിക്കുമായിരുന്നു. ഈ ബെല്ല് അടിക്കുന്ന ഈ ഒരു പ്രവണത അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തെ കർഫ്യൂ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കർഫ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഗ്നിയെ മൂടുക എന്നുള്ളതായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു വീട്ടിൽ രാത്രി തീ പിടിച്ചു കഴിഞ്ഞാൽ മൊത്തം നഗരം നശിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കർഫ്യൂ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത് എവിടെയെങ്കിലും ഒരു വയലൻസ് അഥവാ ഏതെങ്കിലും അക്രമങ്ങളോ സംഘർഷങ്ങളോ അല്ലെങ്കിൽ കലാപങ്ങൾ ഉണ്ടായാൽ അവിടെ ജനങ്ങൾ വീട്ടിലിരിക്കാൻ വേണ്ടി ഒരു അടിയന്തരാവസ്ഥ സമയത്ത് അടിയന്തര നടപടിയായിട്ട് സ്വീകരിക്കുന്ന ഒന്നായിട്ട് ഇന്ന് കർഫ്യൂ മാറിയിട്ടുണ്ട്. കർഫ്യൂ എന്നുള്ള വേർഡ് യഥാർത്ഥത്തിൽ വന്നത് ലണ്ടനിലുള്ള ഈ ബെല്ലടിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതൊക്കെ അധിക വായനക്കുള്ളതാണ്, എന്നാലൊന്ന് വിശദീകരിച്ചെന്നുള്ളൂ. അടുത്ത നമുക്ക് കിഴക്കൻ നഗരങ്ങൾ ചർച്ച ചെയ്യാം.